കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് വീനിങ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി 6 months 6 മാസം ആകുമ്പോഴാണ് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. 4 മാസത്തിന് മുമ്പ് വീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ 6 മാസത്തിന് ശേഷം അത് നീട്ടി വെക്കേണ്ട കാര്യവുമില്ല. 6 മാസമാണ് ഐഡിയലി വീനിങ്ങിന് പറ്റിയ സമയമായിട്ട് പറയുന്നത്. 6 മാസം വരെ നിർബന്ധമായും ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതിന് മുമ്പ് ഒന്നും ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. 6 മാസത്തിന് ശേഷവും ബ്രസ്റ്റ് മിൽക്ക് ഈ സോളിഡ് ഫുഡ്സിനോടൊപ്പം തന്നെ കൊടുക്കാവുന്നതാണ്. 2 വർഷത്തോളം അതിന് ശേഷവും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി എപ്പോഴാണ് കുഞ്ഞ് റെഡിയായി എന്ന് മനസ്സിലാവുന്നത് എന്ന് അമ്മമാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാ അമ്മമാർക്കും, പ്രത്യേകിച്ച് പുതിയ അമ്മമാർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞ് വീനിങ്ങിന് റെഡിയായി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 4 മാസത്തിന് ശേഷവും 6 മാസത്തിന് മുമ്പും ഉള്ള ഈ ഒരു കാലയളവിൽ കുഞ്ഞുങ്ങൾ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിന് സോളിഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട് എന്ന്. അതാണ് ഇനി പറയുന്ന 3 എണ്ണം. പ്രത്യേകിച്ച് 3 എണ്ണമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ സപ്പോർട്ടോടു കൂടിയാണെങ്കിൽ കൂടി കുഞ്ഞിന് നേരെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ അവരുടെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹെഡ് കൺട്രോൾ, നെക്ക് കൺട്രോൾ അതവർക്ക് പറ്റുന്നുണ്ടോ, അവരുടെ കഴുത്ത്, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ, അതിന് അവർക്കൊരു കൺട്രോൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തേത് കോർഡിനേഷനാണ്. അതായത് നമ്മൾ ഫുഡ് എടുക്കുമ്പം അവർ ആ ഫുഡിലേക്ക് നോക്കുകയും, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ഇച്ചിരി ഫുഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഫുഡിലേക്ക് നോക്കുകയും അത് ഇച്ചിരി അതിങ്ങനെ എടുത്തിട്ട് വായിലേക്ക് വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ്. പിന്നെ മൂന്നാമത്തത്, നമ്മൾ എന്തെങ്കിലും ചെറുത്ത് അവരുടെ വായി വെച്ച് കൊടുക്കുമ്പോൾ അവരത് വിഴുങ്ങുന്നുണ്ടോ അതോ പുറത്തേക്ക് തുപ്പുവാണോ ചെയ്യുന്നതെന്നുള്ളത്. വിഴുങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ലക്ഷണം. തുപ്പുന്നുണ്ടെങ്കിൽ റെഡി അല്ല എന്നുള്ളതാണ്. അപ്പം ഈ 4 മാസത്തിന് ശേഷം ഏർലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിൽ നിർബന്ധമായിട്ട് ഏതെങ്കിലും 2 ലക്ഷണങ്ങളെങ്കിലും കാണിച്ചിട്ടുണ്ടാവണം. എങ്കിലേ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ എന്നാണ് അർത്ഥം. ഇനി ചില ലക്ഷണങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അത് ചില മുതിർന്നവരൊക്കെ ചിലപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് കുഞ്ഞ് ഭക്ഷണം കഴിക്കാനായി എന്ന് പറയും. അത് പക്ഷേ അങ്ങനെയല്ല. ആ ലക്ഷണങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്, തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ലക്ഷണങ്ങൾ. ഒന്ന്, ച്യൂയിങ് ഫിസ്റ്റ്, അവരുടെ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചവയ്ക്കുന്നത്. രണ്ടാമത്തത്, രാത്രിയിൽ എണീറ്റ് കരയുന്നത്. നന്നായിട്ട് ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ രാത്രിയിൽ എണീറ്റ് കരയുന്നത്. പിന്നെ മൂന്നാമത്തത്, അവർക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് എക്സ്ട്രാ മിൽക്ക്, മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നതിനേക്കാളും എക്സ്ട്രാ മിൽക്ക്, അതായത് അവർക്ക് വിശപ്പ് കൂടുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് തോന്നുന്നു. ഈ 3 കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ, സോളിഡ്സ് കൊടുക്കാൻ സമയമായി, പാല് തികയുന്നില്ല എന്ന് മറ്റുള്ളവർ പറയാം നിങ്ങളോട്. പക്ഷേ അത് എക്സാക്ട്ലി സോളിഡ്സ് കഴിക്കാനുള്ള ലക്ഷണങ്ങളല്ല. ഇത് സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും കാണിക്കുന്ന നോർമൽ ബിഹേവിയറാണ്. 6 മാസം വരെ കുറച്ചധികം കൂടി പാല് എക്സ്ട്രാ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ എടുത്ത് ചാടി സോളിഡ്സ് കൊടുക്കുക അല്ല വേണ്ടത്. 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, അവർ നേരെ ഇരിക്കുക, ഫുഡ് പിക്ക് ചെയ്ത് വായിലേക്ക് വെക്കാൻ അവർക്ക് തന്നെ പറ്റുന്നു, അവരുടെ കഴുത്തിന് കൺട്രോൾ ഉണ്ട്, അത് അവർക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്ന അവർ തുപ്പിക്കളയുന്നതിന് പകരം വിഴുങ്ങുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ മാമ ടോക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കുഞ്ഞുങ്ങളുടെ വീനിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ സിമിലറായ മറ്റു ടോപ്പിക്സുമായിട്ട് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്